ഇന്നത്തെ ദിവസം എനിക്ക് വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ ദിവസം അതായത് 24 hours എനിക്ക് സ്ട്രീറ്റ് ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റൂ. ദിസ് ഈസ് മീ സർവൈവിംഗ് 24 hours ഓൺലി ഈറ്റിംഗ് സ്ട്രീറ്റ് ഫുഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ യൂണിറ്റി കടയാണ്, അതായത് രാവിലെ ഉച്ചവരെ ഉള്ള കട. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല അടിപൊളി ബീഫ് കറി, നല്ല മൊരിഞ്ഞ പൊറോട്ടയാണ് അവിടുത്തെ പ്രത്യേകത. സോ നമ്മൾ പാഴ്സൽ മേടിച്ചിട്ടുണ്ട് സാധനം, നമുക്കിനി കഴിക്കാം. അപ്പൊ ഒരു പാത്രമൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് മീൽ ഓഫ് ദി ഡേ പൊറോട്ട ബീഫ് കറി. ചായ മേടിക്കാൻ പറഞ്ഞു, ചായയും കൂടെ മേടിച്ചാൽ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഞാനൊരു ലൈറ്റായിട്ടൊരു 5 പൊറോട്ടയും ഒരു ബീഫ് കറിയും പറഞ്ഞിട്ടുണ്ട്. ആഹാ, മുട്ടയും ഉണ്ടല്ലോ. 5 പൊറോട്ട. എണ്ണ. ഞാനൊരു ബാക്കിന് വേണ്ടി ക്രിയേറ്റിൻ അല്ലത്, ക്രിയേറ്റിന്റെ പാത്രമാണ്. എന്നിട്ട് ഇത് ഇങ്ങനെ ഇതിനകത്തോട്ടിട്ടു. അപ്പം ഇവിടെ ഒന്നും ആവത്തില്ല. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അപ്പൊ നല്ല പൊറോട്ടയും ബീഫ് കറിയും ഒരു മുട്ടയും കയ്യിലെല്ലാം ആയി. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് മീൽ, ഫസ്റ്റ് സ്ട്രീറ്റ് ഫുഡ് ഓഫ് ദി ഡേ. ഇനി എന്താ വേണം? ഒരു മുട്ട, 5 പൊറോട്ട, കുറച്ച് ബീഫ് കറി. ബീഫ് കറി ഫുള്ളില്ല, ബാക്കി എല്ലാം കൂടെ ഇതിനകത്തൊന്ന് തട്ടിയിടാൻ പാടാ. കാര്യം വെച്ചാല് ഗ്രേവി എല്ലാം കൂടെ ഇവിടെ എല്ലാം വീഴുന്നു. ഞാൻ ബീഫ് കഴിക്കുന്നത് പോത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഐ ആം സോറി കളിയാ, വിശന്നിട്ട. നമ്മള് കരുനാഗപ്പള്ളിക്കാരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും അവിടുത്തെ യൂണിറ്റി കട രാവിലെ പോയി കഴിക്കണം. ഒരു കഷ്ണം പൊറോട്ട എടുക്കുക, ഇത്തിരി ചാരൽ ഇങ്ങോട്ട് മുക്കുക. ഇതുണ്ടോ, നല്ല മുട്ട പീസ് എടുത്തിട്ട് ഇതിന് നടുവിൽ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക, ഇങ്ങനെ ചുരുട്ടി പിടിക്കുക, വീണ്ടും ചാര ചെയ്ത് നോക്കുക, എന്നിട്ട് കഴിക്കുക. സെറ്റ്, സമാധാനമായി. പക്ഷെ ഒരു ചായയോടെ കുടിക്കണത്. വാവ് വാവ്. അപ്പൊ നമ്മൾ ഏകദേശം 2200 കലോറീസ് ഇന്ന് രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഉച്ചയ്ക്ക് കാണാം. സോ അടുത്തെന്ന് പറയുന്നത് ഉച്ചയായി. നമ്മള് കിഴി ബിരിയാണി നമ്മൾ മേടിച്ചിട്ടുണ്ട്. നല്ല കിഴ കണക്കാനാണ് ഇരിക്കുന്നത്. പ്ലേറ്റ് എടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ നമുക്ക് ഈ കിഴിക്കകത്ത് തന്നെ വെച്ച് കഴിക്കാം. സോ നമ്മുടെ കിഴി ബിരിയാണി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ചിക്കനാണ് മേടിച്ചത്, അവിടെ ചിക്കനും ബീഫും മാത്രമല്ല. ഞാൻ പിന്നെ ചിക്കൻ മേടിച്ചു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇവർ വാഴയിലാണ് കിഴി ബിരിയാണി സെർവ് ചെയ്യുന്നത്. കൊള്ളാം, റൈസ് അത്യാവശ്യം കൊള്ളാം. ഇതാണ് ചിക്കൻ. ചിക്കൻ ഇച്ചിരി ഹാർഡാ, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഞാൻ കരുതി വെച്ചാൽ ഒരു 2 ബിരിയാണിയെങ്കിലും മേടിക്കണം. എനിക്ക് ഒരു ബിരിയാണിയിലൊന്നും ഒന്നും ആവത്തില്ല. സാധാരണ എവിടെയെങ്കിലും കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ബിരിയാണി ഒന്നും ആവത്തില്ല. പക്ഷേ ഇത് ഒരു ബിരിയാണിയിൽ തന്നെ ആവുന്നുണ്ട് കേട്ടോ. ക്വാണ്ടിറ്റി അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും വൺ ടൈം കഴിക്കബിൾ. അങ്ങനെ വി ഹാവ് കംപ്ലീറ്റഡ് ദ സെക്കൻഡ് മീൽ ഓഫ് ദി ഡേ, ബിരിയാണി. അപ്പം ഇനി നമുക്ക് 2 മീലും കൂടെ എടുക്കണം. അതായത് ഒരു മീല് നമുക്ക് വൈകിട്ട് എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പോകാം.
സോ ഇനി വൈകിട്ട് കാണാം. സോ ഗൈസ്, അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചായക്കടയിൽ പോയി ചായ, പഴംപൊരി, ബജ്ജി, ഇതാണ് നെക്സ്റ്റ് ഫുഡ്, വഴിയോര ഫുഡ്, സ്ട്രീറ്റ് ഫുഡ്. ഫസ്റ്റ് കടി ഈസ് ഇതോടെ പേര് പറഞ്ഞേ, പരിപ്പാട പേര് പറഞ്ഞു നോക്കി. പരിപ്പാടാണ് നമ്മുടെ ഫസ്റ്റ് കടി. ഈ ഏരിയയുടെ ബെസ്റ്റ് സമൂസ എന്ന് പറയുന്നത് തന്നതാണ് എനിക്കത്. ചിക്കൻ സമൂസക്ക് ചിക്കൻ ഉണ്ടല്ലോ. പിന്നെ ഒരു ചായ. പിന്നെ ലൈറ്റായിട്ട് 2 ഷാർജ പറഞ്ഞു. ഇതാണെങ്കിൽ ഇത് രണ്ടും ഒരേ ഫ്ലേവർ വന്നു. ഇത് ഇത്രയും കരിക്ക്, മാംഗോ, അവക്കാഡോ. ഇത് എന്തൊക്കെയോ ഫ്ലേവേഴ്സ്, അങ്ങനെ 3 ഉണ്ട്. അപ്പം ഫസ്റ്റ് ഷാർജ ടേസ്റ്റ് ചെയ്യട്ടെ. മേളത്തെ അവക്കാഡോ ഇവിടുത്തെ ഫേമസ് ഷാർജ കടയാണ്. എന്ത് സ്ഥലപ്പേര്? കൊട്ടുകാട്. അന്യായ മധുരം. ഫസ്റ്റ് വൺ ഈസ് കംപ്ലീറ്റ്. സാധനോട് അടുത്ത സാധനോട് കൈയൊക്കെ മരവിച്ച്. സെക്കൻഡ് വൺ. ബ്രെയിൻ ഫ്രീസ്. തലക്ക് പിടിച്ചതാ, തലക്ക് പിടിച്ച് നാക്ക് കുഴയുന്നു. അങ്ങനെ 2 ഷാർജ കുടിച്ച് തീർത്തു. അതാണ് വെട്ടം കുറവല്ലേ. അങ്ങനെ 2 ഷാർജ നമ്മൾ കുടിച്ച് തീർത്തിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് രാത്രി എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കഴിക്കാം. നാക്ക് കുഴയുന്നു, തണുപ്പടിച്ച് കയറ്റിട്ട്. ഓക്കെ, രാത്രി കാണാം. ബൈ ബൈ. നമ്മളൊന്ന് പാട്ടൊക്കെ മെച്ചം വലിയ തുച്ഛം. എന്റെ പൊറോട്ടെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നൂൽ പൊറോട്ടയും ഭൂരിയും ഒക്കെ കഴിച്ച് ലാസ്റ്റ് ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു ഗൈസ്. ഓക്കെ, see you later.